എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ജൂലൈ 24-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് SFI നാളെ ജൂലൈ 24-ാം തീയതി വെള്ളിയാഴ്ച രാജ്യവ്യാപകമായി വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തു. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് നേരെ നടത്തിയ പോലീസ് ലാത്തിചാർജിൽ പ്രതിഷേധിച്ചും നീറ്റ് പരീക്ഷ അട്ടിമറിക്ക് ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുമാണ് അഖിലേന്ത്യാ പഠിപ്പുമുടക്ക് സമരം. സംസ്ഥാനത്തെ കലാലയങ്ങളിൽ SFI സമരം സമ്പൂർണ്ണമായിരിക്കും. ഇന്ന് KSU വിദ്യാഭ്യാസ ബന്ദായിരുന്നു സംസ്ഥാനത്ത്. സർക്കാർ നൽകുന്ന വിവിധ ഭവന പദ്ധതികളുണ്ട്. വീട് എന്ന സ്വപ്നം സഫലമാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിരവധി പദ്ധതികൾ നടപ്പിലാക്കുന്നുമുണ്ട്. ഈ പദ്ധതികൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇനി നോക്കുന്നത്. ഇതിൽ ഒന്നാമത്തേതാണ് PMAY, അതായത് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി. 2015 കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രധാനമന്ത്രി ആവാസ് യോജന ഭാരതത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഭവന പദ്ധതിയാണ്. 2022 ആകുമ്പോഴേക്കും രാജ്യത്തെ എല്ലാവർക്കും വീട് എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി ആരംഭിച്ചത്. പദ്ധതി ഗ്രാമീണ നഗര മേഖലകളിൽ ഒരുപോലെ പ്രവർത്തിക്കുന്നു. മറ്റൊന്നാണ് CLSS ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി സ്കീം. ഭവന വായ്പ എടുക്കുന്ന ഇടത്തരം കുടുംബങ്ങൾക്ക് 3% മുതൽ 6.5% വരെ പലിശ സബ്സിഡി നൽകുന്ന പദ്ധതിയാണ് ക്രെഡിറ്റ് ലിമിറ്റ് സബ്സിഡി സ്കീം. 6 ലക്ഷം വരെ വരുമാനമുള്ള EWS അല്ലെങ്കിൽ LIG വിഭാഗങ്ങൾക്ക് 6 ലക്ഷം വരെ വായ്പക്ക് 6.5% സബ്സിഡി ലഭിക്കും. ഇനി കേരള സർക്കാരിൻ്റെ ഭവന പദ്ധതികൾ നോക്കുകയാണെങ്കിൽ സംസ്ഥാന സർക്കാർ ജനങ്ങളുടെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ നിരവധി പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ലൈഫ് മിഷൻ പദ്ധതി. 2017 പദ്ധതി ആരംഭിച്ചത്. ഭൂരഹിതരായ ഭവനരഹിതരായ കുടുംബങ്ങൾക്ക് സ്ഥലവും വീടും ഉറപ്പു നൽകുന്നതിന് 4 ലക്ഷം രൂപ ചെലവിൽ 376 ചതുരശ്ര അടി വിസ്താരമുള്ള വീടുകൾ നിർമ്മിക്കുന്ന പദ്ധതി ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഗുണകരമായിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ സ്ഥലമില്ലാത്തവർക്ക് വീട് വെക്കാൻ ഇടവും നൽകുന്ന പദ്ധതിയുണ്ട്. ഭൂമിയില്ലാത്ത കുടുംബങ്ങൾക്ക് ഭൂമി നൽകി വീട് പണിയുന്ന പദ്ധതിയാണിത്. ഗ്രാമപ്രദേശങ്ങളിൽ 3 മുതൽ 5 സെൻറ്റ് ഭൂമി വരെ, നഗരപ്രദേശങ്ങളിൽ 1.5 മുതൽ 3 സെൻറ്റ് ഭൂമി വരെയും ഇങ്ങനെ ലഭിക്കുന്നതാണ്. മറ്റൊന്നാണ് കേരള ഭവൻ KSFE ഭവന പദ്ധതി. കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ് KSFE ഭവന നിർമ്മാണത്തിന് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ നൽകുന്ന പദ്ധതിയാണിത്. ഇടത്തരം കുടുംബങ്ങൾക്ക് ഇത് വളരെ ഉപകാരപ്രദമായ ഒരു പദ്ധതിയാണ്. മറ്റൊന്നാണ് ഹൗസിംഗ് ബോർഡ് ഭവന പദ്ധതികൾ. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കായി ഭവന വായ്പകൾ, കുറഞ്ഞ പലിശ നിരക്കുകൾ, ലഘുവായ തിരിച്ചടവ് എന്നിവ പദ്ധതി വാഗ്ദാനം ചെയ്യുന്നു. കേരള ഹൗസിംഗ് ബോർഡ് സ്ഥിര വരുമാനക്കാർക്ക് സ്ഥിര ഗൃഹ സൗകര്യം ഒരുക്കുന്ന പദ്ധതിയാണിത്. ഫ്ലാറ്റുകൾ, ഭൂഖണ്ഡം, ഭവന വായ്പ തുടങ്ങിയ വിവിധ പദ്ധതികൾ ഹൗസിംഗ് ബോർഡ് നടപ്പിലാക്കുന്നുണ്ട്. സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷ വിവിധ ക്ഷേമ ബോർഡ് പെൻഷനുകൾ നാളെ വെള്ളിയാഴ്ച മുതൽ വിതരണം ആരംഭിക്കും. ഇതിനു വേണ്ടി സംസ്ഥാന ധനവകുപ്പ് 1095 കോടി രൂപ അനുവദിച്ചു. പെൻഷൻ വിതരണ ഉത്തരവും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇതിലെ വിശദാംശങ്ങൾ നോക്കുകയാണ് എങ്കിൽ സംസ്ഥാനത്ത് 51,10,906 ഗുണഭോക്താക്കൾക്ക് 2026 ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി 941,73,02,800 രൂപ അനുവദിച്ചു. ഇന്ദിരാഗാന്ധി ദേശീയ വികലാംഗ പെൻഷൻ, ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ, ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യ പെൻഷൻ വാങ്ങുന്ന സംസ്ഥാനത്തെ 8,46,456 ഗുണഭോക്താക്കൾക്ക് NSAP വിഹിതം നൽകുന്നതിന് വേണ്ടി 24,76,13,900
14,200 രൂപ കൂടി സംസ്ഥാന ധനവകുപ്പ് അനുവദിച്ചിട്ടുണ്ട്. അതായത് കേന്ദ്രം നൽകുന്ന ഫണ്ടാണ്. ആ ഒരു കേന്ദ്ര വിഹിതം തുടർച്ചയായിട്ടും മുടങ്ങിക്കിടക്കുന്ന സാഹചര്യമാണുള്ളത്. സംസ്ഥാന സർക്കാർ പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ ആ ഒരു തുക കൂടി അനുവദിക്കുകയാണ് പതിവ്. പക്ഷേ സംസ്ഥാന സർക്കാരിന് ഇത് നേരിട്ട് വിതരണം ചെയ്യാനുള്ള ഒരു അവകാശം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു വിഹിതം അനുവദിച്ച് ഒരാഴ്ച കഴിഞ്ഞ്, അതായത് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്ത് ഒരാഴ്ചക്കകമാണ് ആ ഒരു തുക 300, 200, 500 രൂപയ്ക്ക് എത്തിച്ചേരുന്നത്. പെൻഷൻ വിതരണം നാളെ 2026 ജൂലൈ 24 തീയതി വെള്ളിയാഴ്ച മുതൽ ആരംഭിക്കും. നാളെ വൈകുന്നേരത്തോടു കൂടി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുകയെത്തും. കയ്യിൽ വിതരണം തിങ്കളാഴ്ചയ്ക്ക് ശേഷം മാത്രമാണ് ഉണ്ടാകുക. സർക്കാർ ഫണ്ടുകൾ ഉപയോഗിച്ച് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നത് ക്ഷേമ ബോർഡ് ഗുണഭോക്താക്കൾക്കുള്ള ക്ഷേമ പെൻഷൻ കൂടി അനുവദിച്ചിട്ടുണ്ട്. ക്ഷേമ പെൻഷൻ 24/7/2026 മുതൽ വിതരണം ചെയ്ത് തുടങ്ങേണ്ടതും 3/8/2026 കൂടി വിതരണം പൂർത്തീകരിക്കേണ്ടതാണ് എന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. 17-ാം തീയതിക്കകം വിതരണം പൂർത്തിയാക്കാത്ത തുക തിരുവനന്തപുരം സഹകരണ ബാങ്കിലുള്ള കേരള സ്റ്റേറ്റ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡിന്റെ അക്കൗണ്ടുകളിലേക്ക് തിരിച്ചടയ്ക്കണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. ക്ഷേമ പെൻഷൻ വിതരണമാണ് ഇപ്പോൾ ആരംഭിക്കുന്നത്. നാളെ സംസ്ഥാനത്ത് 26 ലക്ഷത്തോളം ആളുകളുടെ അക്കൗണ്ടുകളിലേക്ക് 2000 രൂപ, 1800 രൂപ, 1500 രൂപ, അതുപോലെ തന്നെ 1700 രൂപ എന്നിങ്ങനെ ക്രെഡിറ്റ് ആകുന്നതാണ്. അപ്പോൾ 2000 രൂപ ലഭിക്കാത്ത ആളുകൾക്കാണ് നേരത്തെ പറഞ്ഞിട്ടുള്ള കേന്ദ്ര വിഹിതം, അത് പിന്നീട് ഒരാഴ്ചക്കുള്ളിലും എത്തിച്ചേരുന്നതാണ്. കയ്യിൽ പെൻഷൻ വിതരണം തിങ്കളാഴ്ച മുതലായിരിക്കും ആരംഭിക്കുക. തിങ്കളാഴ്ച ട്രഷറി മുഖാന്തരം തുക എത്തുകയാണ് എങ്കിൽ തിങ്കളാഴ്ച വൈകുന്നേരത്തോടു കൂടി തുക ആരംഭിക്കും. തിങ്കൾ, ചൊവ്വ, ബുധനൊക്കെ ആയിക്കൊണ്ട് പെൻഷൻ വിതരണം പൂർത്തീകരിക്കും. ഇനി നാളെ കഴിഞ്ഞ് മറ്റന്നാൾ 4ാം ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ട്രഷറി മുഖാന്തരം ആ ഒരു തുക കിട്ടാനുള്ള സാധ്യതയില്ല. അപ്പൊ തിങ്കളാഴ്ച മുതൽ കയ്യിൽ പെൻഷൻ പ്രതീക്ഷിച്ചാൽ മതി. തിങ്കളാഴ്ച, അതായത് 27-ാം തീയതിയായിട്ട് ആ ഒരു പെൻഷൻ വിതരണം കയ്യിലും ആരംഭിക്കുന്നതാണ് എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകൾ. ഉത്തരവിലെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.